ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഡയറ്റിൻ്റെ അവസാന ദിവസങ്ങളും നാട്ടിലേക്ക് പോകുന്ന ഒരുക്കങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ക്ലീനിങ്ങും ഷോപ്പിങ്ങും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചെറിയൊരു ക്ലീനിങ്ങോടുകൂടിയാണ് കേട്ടോ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. മക്കളുടെ എക്സാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, ബുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ആ ഒരു ഇറങ്ങൽ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് ആയിട്ടാണ്. ഞാൻ എവിടെയെങ്കിലും ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം തീർത്തിട്ടേ അവസാനിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ റൂമുകളിലെയും ഷെൽഫുകളാണ് കേട്ടോ ഞാൻ ആദ്യം ക്ലീൻ ചെയ്തത്. അങ്ങനെ ഒരുപാട് ബുക്കുകളൊക്കെ ഒഴിവാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കവറിലാക്കിയിട്ട് ഞാൻ റൂമിൽ നിന്ന് എടുത്ത് മാറ്റി. അതിനുശേഷം ഓരോ റൂമുകളും ക്ലീൻ ചെയ്തു. ആൻഡ് ഫൈനലി എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. രാവിലെ 8 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെയുള്ള ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അവസാനത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊരു ഹോർലിക്സ് വാങ്ങിച്ച് കുടിച്ചതാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ട ആ ഒരു വീഡിയോ. കാരണം ഞാൻ അത്രയ്ക്ക് ടയേർഡായിരുന്നു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ രാത്രി അൽബേക്കാണ് കേട്ടോ കഴിക്കാൻ പോയത്. പുറത്തുനിന്ന് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് വന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു കറി ഉണ്ടാക്കി വെക്കാമെന്നുള്ള ഒരു പരിപാടിയിലാണ്. ഹൈദരാബാദി ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതും കറി വെക്കുന്നതും എല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാധനങ്ങളൊക്കെ അത്യാവശ്യം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാടാണ്. നമ്മൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടാവും. ഫ്രിഡ്ജ് കാലിയാക്കാനുണ്ടാവും. കുക്ക് ചെയ്തിട്ട് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാടാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. അതായത് ഒരു 1 പോട്ട് ഡിഷാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൈദരാബാദി ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് മാരിനേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി ബോൾസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത് തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ വറുത്ത് പൊടിക്കാനേ സമയം കിട്ടിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും കേട്ടോ. കാര്യം ആദ്യം നമുക്ക് മക്കൾക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും. അവിടെ ചെന്നിട്ടിടാനുള്ളതും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സുകളും വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകളും ഒക്കെ എടുക്കാനുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസിങ്ങിന് ഇറങ്ങണം കേട്ടോ. അപ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം എവിടെയൊക്കെ പോകണം, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വറുത്ത് പൊടിച്ച സംഭവങ്ങളും ഈന്തപ്പഴവും നെയ്യൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബോൾസാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് എത്ര ഉണ്ടെങ്കിലും ഒക്കെ കഴിച്ചോളും. ആൾക്ക് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഭയങ്കര താല്പര്യം. അപ്പോൾ രാത്രിയിലത്തേക്ക് ഡിന്നർ ഗോതമ്പിൻ്റെ ദോശയും നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറിയാണ്. കുറച്ച് ഗ്രേവി ആയിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ട് റോസ്റ്റ് പോലെയാണ് കേട്ടോ എടുത്തത്. ഇത് പിറ്റേ ദിവസം അതായത് ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ. നമ്മുടെ കോറിഡോർ ക്ലീൻ ചെയ്യാണ് കേട്ടോ. വെറുതെ ക്ലീനിങ് അല്ല, വെള്ളമൊഴിച്ച് സോപ്പൊക്കെ ഇട്ട് അടിച്ച് കഴുകുന്ന ഒരു സീനാണ് കേട്ടോ ഞാൻ കണ്ടത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സീൻ ഇവിടെ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എനിക്കും കുറച്ചധികം പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ചിക്കൻ മന്തിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കിയത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് തവണ ഷെയർ ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. രാവിലെ ജിമ്മും പരിപാടികളൊക്കെ എന്തായാലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരു 3-4 ദിവസം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. ഡയറ്റൊക്കെ ചെറുതായിട്ടാണെങ്കിലും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഹാസിമിനായിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ കുറച്ചധികം സമയം പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് കേട്ടോ എല്ലാം കഴിഞ്ഞത്. പിന്നെ ഫുഡൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു. എൻ്റെ ക്ലീനിങ്ങും പരിപാടികളും ഹാഫാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഹാഫ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ബാഗ്, ഷൂസ്, ചവിട്ടികൾ എല്ലാം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അതായത് സാറ്റർഡേ അതിൻ്റെ പണികളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസും എഗ് ബുൾസയൊക്കെ ആയിരുന്നു. ഞാൻ കഴിച്ചപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിന്ന് 2-3 ഷോപ്പുകളിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഹംദാൻ കളിക്കാൻ പോയേക്കാണ്. ഹാസിമ് പ്ലേ സ്കൂളിലാണ് കേട്ടോ. ആ ഒരു 4 അവേഴ്സിനുള്ളിൽ ചെറിയ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ആറും കൂടെയുണ്ട്. പിള്ളേർ കൂടെയുള്ളപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ അവരെടുക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളാണ് അവൻ്റെ നോട്ടം.
നാട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. ഇനി വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓരോ പാക്കറ്റായിട്ട് ഇവന്മാർ പൊട്ടിച്ച് കഴിക്കും. ആൺപിള്ളേരുള്ള പാരൻസിന് എന്തായാലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഹാസിമിനെ തീരെ കാണിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ പാക്കറ്റ് വീതം എടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇക്കായും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഓട്സും പിന്നെ കേർഡും ബ്ലൂബെറിയും എഗ് ബുൾസയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ലൈറ്റ് ഫുഡുകൾ അതല്ലെങ്കിൽ 1 പോട്ട് ഡിഷുകളിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചണിന് ഒരുപാട് വൈഡാക്കി ഇടാനുള്ള ടൈമില്ല, കാരണം നമുക്കെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി ഇറങ്ങേണ്ടതാണ്. ഇക്ക ഫുഡ് കഴിക്കുമെങ്കിലും കുക്കിംഗ് ഒക്കെ തീരെ കുറവായിരിക്കും കേട്ടോ. ആൾ കൂടുതലും പുറത്തുനിന്നായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫുഡുകളോ കാര്യങ്ങളോ ആൾക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് കഞ്ഞിയും ചെമ്മീൻ ഫ്രൈയും നല്ല നാടൻ മോരുകറിയും നല്ലൊരു അടിപൊളി ചമ്മന്തിയും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഇന്ന് അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നതാണ്. ഇത് മാർക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇത് കുറച്ചധികം നാളായി നമ്മുടെ അടുത്ത് തുടങ്ങിയിട്ട്, ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഡ്രസ്സ്, ആക്സസറീസ് കാര്യങ്ങളുണ്ട്, അതുപോലെ ഫുഡ് സ്റ്റോളുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങി അല്ലെങ്കിൽ ലിഫ്റ്റ് കയറേണ്ട ഒന്നും ആവശ്യമില്ല. അത്രയും പരന്ന് കിടക്കാണ് കേട്ടോ. അത്രയും വലിയ സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഈ ഒരു മാർക്ക് ആൻഡ് സേവ് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ ചെന്നൊരു ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങയുടെ ഒരു സാലഡ് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹംദാന് വേണ്ടിയിട്ട്. വീക്കെൻഡ് ആയതുകൊണ്ടും എല്ലാവരും നാട്ടിൽ പോകുന്ന സമയമായതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്, അഫോർഡബിൾ പ്രൈസിന് സാധനങ്ങൾ കിട്ടും. നല്ലൊരു ഷോപ്പായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ ഡിന്നറാണ്. ഇക്കാക്കൊന്ന് കഞ്ഞിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ എന്തായാലും പേജിൽ തന്നെ കൊടുക്കാം, എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ജിമ്മിൽ പോയ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ജിമ്മും സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം 1 മാസമായി. ആഴ്ചയിൽ ഒരു ദിവസം ലീവായിരിക്കുമല്ലോ, സൺഡേ അവധിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇതൊരു 24-25 ഡേയ്സാണ് കേട്ടോ ഞാൻ ഈ ഒരു ചലഞ്ച് എടുത്തതും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തതും. അപ്പോൾ ഇനി എന്തായാലും നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇതൊന്നും ഇനി കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ ഇവിടെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലാണ്. ഇന്ന് സ്പെഗറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ബട്ടർ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സവാളയും ഗാർലിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആദ്യം ഗാർലിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി സവാള ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് 2-3 ടൊമാറ്റോ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം സമയം വഴറ്റിയെടുക്കണം കേട്ടോ. ടൊമാറ്റോയുടെ ഒരു ടേസ്റ്റ് മാറി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായ കൂടിയും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവരെയും കാണാനും കൂടാനും ഒക്കെ. പക്ഷെ അതിലേക്കുള്ളൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല കേട്ടോ. എല്ലാ പ്രവാസികൾക്കും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ അത്രയും ദിവസങ്ങൾ അത്യാവശ്യം ചൂടുള്ള സമയവും കൂടിയാണ്. അപ്പോൾ പർച്ചേസിങ്ങിന് ഇറങ്ങുക, അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ നോക്കുക, അതൊക്കെ ഒരു പണിയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫേർട്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫേർട്ട് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ടൊമാറ്റോ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പെപ്പർ, സോൾട്ട്, ഇത്രയും പൊടികളുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഞാനൊരു ഫുൾ പാക്കറ്റ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഫുൾ ബോട്ടിലുള്ളതുകൊണ്ട് തന്നെ നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും.
അപ്പോൾ ഈ ഒരു ടൊമാറ്റോയുടെ പേസ്റ്റും ഈ ഒരു കുക്കിംഗ് ക്രീമും കൂടി വരുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ബാറ്റർ കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്പഗറ്റിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ എന്തായാലും ഈ ഒരു പരുവത്തിന് ഓക്കെയാണ്. ഇക്കാക്കാണെങ്കിലും സ്പഗറ്റി നൂഡിൽസ് ഒന്നും വലിയ എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എരിവ് കുട്ടികളെക്കാളും കൂടുതൽ ആവശ്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് സെപ്പറേറ്റ് എടുത്തിട്ട് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്പറോ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടപ്പെടാറില്ല. എരിവൊക്കെ എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ, അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചീസാണ് കേട്ടോ. അത് ഏതെങ്കിലും ട്രയാങ്കിൾ ചീസോ അല്ലെങ്കിൽ മൊസറില്ലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്പെഗറ്റി ആയിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ബട്ടറിൽ തന്നെ ഗാർലിക്കും ഒനിയനൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡയറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു ദിവസമായതുകൊണ്ട് തന്നെ ചെറിയൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ട് വൈറലായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ കുറച്ച് ഐറ്റംസ്, ചോക്ലേറ്റിൻ്റെ മിൽക്ക് കേക്ക്, അതേപോലെ ചോക്ലേറ്റിൻ്റെ ജ്യൂസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പുഡിങ്, അതാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ മാർക്ക് ആൻഡ് സേവിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതിനും കൂടിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റ് പുഡിങ് ഇവിടെ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഗൾഫിലുള്ളവരാണെങ്കിൽ ഈ അൽമറായുടെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നാട്ടിലുള്ളവർക്കാണെങ്കിൽ ലുലു ഉണ്ട് കേട്ടോ ഓപ്ഷനായിട്ട്. ഇനി അൽമറായി തന്നെ വേണമെന്നില്ല, ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് കേട്ടോ. അതൊന്ന് പൊടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഡബിൾ ക്രീമാണ്, അൽമറായുടെ ചോക്ലേറ്റ് ഡബിൾ ക്രീമാണ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഏറ്റവും മുകളിൽ മാൾട്ടേഴ്സിൻ്റെ ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്, അടിപൊളി ടേസ്റ്റാണ്. 5 മിനിറ്റ് കൊണ്ട് പണിയും കഴിയും. മക്കൾക്ക് ചോക്ലേറ്റ് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ. ഈവനിങ്ങിൽ ഹാസിമിനെ ഒന്ന് പ്ലേ സ്കൂളിലാക്കിയിട്ട് ഞാനൊന്ന് പാർലറിൽ വന്നതാണ് കേട്ടോ. ഹാസിമിനെ ആക്കിയിട്ടുള്ള 4 മണിക്കൂർ ഗ്യാപ്പിനാണ് കേട്ടോ വരാറ്. പക്ഷേ പാർലറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറച്ചധികം ലേറ്റായി. പിന്നെ ഹംദാനെ വിളിച്ച് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ ഹാസിമിനെ പോയി പിക്ക് ചെയ്തത്. അങ്ങനെ വൈകുന്നേരം നമ്മൾ അടുത്ത പർച്ചേസിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് അജ്മാനിലുള്ള ചൈന മാളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ടോയ്സ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എല്ലാ സംഭവങ്ങൾക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയം ഒരുപാട് ലേറ്റായി പോയിട്ടാണ്. നോമ്പിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ വെളുപ്പിന് 4 മണി വരെയൊക്കെ ഉണ്ട്. ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായി ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോഴത്തേനും ക്ലോസിങ് ടൈം ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഒരു വളയും ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, വളയും ഒരു മോതിരവും കൂടിയിട്ടുള്ളത്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. 2-3 കടകളിലേ കയറാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കടകളെല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുട്ബോളും കൂടി നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസിങ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു. ചെന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് നടന്നില്ല, പ്ലാനിങ് ഒന്നും നടന്നില്ല. പിന്നെ ഇവിടെ അജ്മാനിലൊരു സുനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ചക്കയും അതേപോലെ കപ്പയൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ട് ഡിന്നർ അവിടെ നിന്ന് ആക്കിയിട്ടാണ്. പറയാൻ പാകത്തിന് വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയൊരു ഷോപ്പാണ്. മലയാളം പാട്ടുകളൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ചക്കയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കപ്പയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. കപ്പയും ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ പിറ്റേ ദിവസം പാക്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിൽ പാക്കിങ് തുടങ്ങി. അതേപോലെ ഹംദാന് കുറച്ചും കൂടി ഡ്രസ്സുകൾ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഹംദാൻ ഇക്കാടെ ഡ്രസ്സുകളാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ സ്കൂളിലും പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവന് ഡ്രസ്സില്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറവുള്ളത് പിന്നെയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ആൻഡ് സേവിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് കറങ്ങി. അപ്പോൾ ഇവിടെ പാനിപൂരി സെയിൽ ചെയ്യുന്നത് കണ്ട്. അപ്പോൾ അങ്ങനെ ദഹിപൂരി ഓർഡർ കൊടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ് ദഹിപൂരി. അതേപോലെ ട്രിവാൻഡ്രം സ്റ്റൈലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അതും നല്ലതായിരുന്നു. ദഹിപൂരിയും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കിയപ്പോൾ അത്യാവശ്യം ഡ്രസ്സ് നമുക്ക് കൊടുക്കാനും ഒക്കെ ചാരിറ്റിയിലേക്ക് ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ദേരയിലുള്ള ഗോൾഡ് സൂക്കിലാണ്. ഇത് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നാട്ടിൽ ചെല്ലുന്ന അന്ന് തന്നെയാണ് ഹാറുവിൻ്റെ ബർത്ത്ഡേ, അതേപോലെ അന്ന് തന്നെയാണ് എൻ്റെ സിസ്റ്ററിൻ്റെയും ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ആൾക്കൊരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഹസ്ബൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് ചെന്നതാണ്. അപ്പോൾ ആൾ കറക്റ്റ് ഒരു മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ഷോപ്പുകളിൽ കയറിയെങ്കിലും ഞാൻ വിചാരിച്ച സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ജോയാലുക്കാസിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സംഭവം കിട്ടി. അങ്ങനെ അത് പാക്ക് ചെയ്ത് പോന്നു. രാത്രിയിലത്തേക്ക് പിസയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരതേ നേരത്തെ കിടത്തിയിട്ടാണ്. വീട് അത്യാവശ്യം അലമ്പായിട്ടാണ് കേട്ടോ കിടന്നത്. കാരണം 2-3 തവണ നമ്മൾ പുറത്തുപോയി വരുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് നമുക്ക് ഒഴിവാക്കാനുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പെട്ടികൾ പാക്ക് ചെയ്തത് നമ്മൾ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വീടൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് പിള്ളേരെയൊക്കെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോയാൽ മതി. അങ്ങനെ രാവിലെ ഇതേ മക്കളൊക്കെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനി വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. മുട്ടയും സ്വീറ്റ് പൊട്ടറ്റോയും പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. ഹംദാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് താഴേന്ന് ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പെട്ടി കാര്യങ്ങളൊക്കെ താഴേക്ക് ഇറക്കാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹംദാനാണ് ചെയ്യാറ്. ഹാസിമിന് ഫ്ലൈറ്റിൽ കയറാൻ പോവാണെന്നുള്ള ചെറിയൊരു സൂചനയുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കളമശ്ശേരി, നെടുവന്നൂർ, അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ 2-3 ദിവസമായിട്ട്. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ട് എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നതെന്നുള്ളതൊക്കെ. അങ്ങനെ ഞാനും ദേ റെഡിയായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം എടുത്തോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. പിന്നെയും എല്ലാം എടുത്തോ എന്നുള്ളൊരു കൺഫർമേഷനൊക്കെ വരുത്തി പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി. നമുക്ക് 5ഓളം ട്രോളി ബാഗും അതുപോലെ 2 കാട്ടൺ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ 2 ഹാൻഡ് ലഗേജും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് എല്ലാം തന്നെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഹാസിമിൻ്റെ കുറച്ച് സാധനങ്ങളും ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന ബാഗ് മാത്രം നമ്മൾ കയ്യിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇക്കാര്യം റെഡിയായി കൂടെ വന്നേക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് യാത്ര പോകുന്നതെന്നാണ് കേട്ടോ ഹാസിമിൻ്റെ വിചാരം. അങ്ങനെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് പാസ്തയും സാൻഡ്വിച്ചും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീ റൈസ്, ബട്ടർ ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. 2 ബാഗ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ ഒരുപാട് തിരക്കൊന്നുമില്ല. കുറച്ച് ഒക്കെ ഫ്രീ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഫ്ലൈറ്റിൽ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കണം, സിനിമയൊക്കെ കണ്ടിരിക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ടത് നടക്കാറേ ഇല്ല. കാരണം ഹാസിം ഒരിക്കലും സീറ്റിൽ അടങ്ങിയിരിക്കാറില്ല കേട്ടോ. ഇത്രയും കഴിഞ്ഞ വർഷങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പോക്കും വരവൊക്കെ. ഫുൾ ടൈം ആൾ ഓടി നടക്കലൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ കരച്ചിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഹംദാൻ കയറുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഫ്രീ ടൈമിൽ 2 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഫുള്ള് സിനിമയൊക്കെ കണ്ടിരുന്നിട്ടാ. എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഫോണിലും ആൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. ഞാനും ഹാറൂനും ഹാസിമൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ണുറക്കുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അത്രയ്ക്ക് ടയേർഡായിരുന്നു. യാത്ര എന്ന് പറയുമ്പോൾ ചെറിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വീടൊക്കെ അടച്ചിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ടയേർഡാവും. ഹാസിമിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങുന്നതും ഫ്ലൈറ്റിലാണെന്നും ഒക്കെ കണ്ടിട്ട് ആൾക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാണ്. പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങി. ഞങ്ങളെല്ലാവരും റിലാക്സ് ചെയ്ത്, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം റിലാക്സ് ചെയ്താണ് ഞാൻ ഫ്ലൈറ്റിലിരുന്നത് കേട്ടോ. ആൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്കും നന്നായിട്ട് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു.
നമ്മളെല്ലാ തിരക്കുകളും കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് കേട്ടോ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നത്. അതും സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എന്നെ കൊണ്ട് പറ്റാറുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹംദാൻ മൂവി കാണാൻ തുടങ്ങിയിട്ടാണ്. അവൻ അപ്പുറത്തെ സീറ്റിലായിരുന്നു. ഞാൻ കാണാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് സിനിമ കാണാനൊരു മൂഡേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാനും ഉറങ്ങിപ്പോയി. പിന്നെ ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ണുറക്കുന്നത്. നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ഹംദാനും സിനിമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടാമത്തെ സിനിമ ഹാഫ് വരെ കണ്ടിട്ട് ആളും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഈ നാട്ടിലുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഡയറ്റിൻ്റെ അവസാന ഡേയ്സാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. Siripia.